നമസ്കാരം. അമൃത രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ പോളി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അദ്ദേഹം പ്രോജക്റ്റായിട്ട് ചെയ്ത ഒരു കാറ്, അതിൻ്റെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പോയി കുറേ വിഷ്വൽസ് ഒക്കെ എടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ അത് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിക്കവാറും നാളെ മറ്റന്നാളോ അത് കോളേജിലേക്ക് അവർ കൊണ്ടുപോകും. അതായത് നമ്മുടെ പഴയ 800 എൻ്റെ ഒന്നാമത്തെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എന്നെ ശരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആ വാഹനമാണെന്ന് പറയാം. ആ വാഹനം അമ്മയുടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ്, അതായത് MPFI എന്ന് പറയുന്ന എഞ്ചിനല്ല, അതിൻ്റെ ജസ്റ്റ് മുന്നേ ഉള്ള എഞ്ചിൻ. അതിൻ്റെ റൂഫൊക്കെ കട്ട് ചെയ്തിട്ട് ബോഡി ഫുൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതും ഫുൾ ആൾ തന്നെ വരച്ച് ഡെവലപ്പ് ചെയ്തൊക്കെ എടുത്തതാണ്. അതുകൊണ്ട് 15 days ഷെഡ്യൂൾ കൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷേ എങ്കിൽ 15 days ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. കാരണം ഞാനതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് കണ്ടില്ല, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഒക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഗ്രസ് എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ബോഡി ബിൽഡിംഗ് പ്രോസസ്സ് കണ്ടില്ല, പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കൊക്കെ നമ്മൾ ഓരോ ദിവസം പോയി അത് കാണുമായിരുന്നു, അതിൻ്റെ ആ ഒരു പ്രോഗ്രസ്. അപ്പോൾ ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ അതിൻ്റെ കോൺഫിഗറേഷനും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ മാരുതി 800 2003 മോഡലാണ്. കാർബറേറ്റഡ് മോഡലാണ്. വണ്ടി ഡയമെൻഷൻ വൈസ് ആയിരുന്നാലും ലെങ്ത് വൈസ് ആയിരുന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു ഫോമുല 1 കാർ. ഇതിപ്പോൾ 100% ഫോമുല 1 കാസിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാം. ഇത് അങ്ങനെ അല്ല ഇരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, റൈഡ് ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഇതൊന്നും പെർഫെക്റ്റ്ലി മാത്തമാറ്റിക്കലി കറക്റ്റ് അല്ല, എങ്കിലും ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ഒരു വിഷൻ വിത്ത് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രട്ട് ടവേഴ്സ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം ആർക്ക് വെൽഡിങ്ങിലാണ് ചെയ്തത്. അപ്പോൾ സ്ട്രട്ട് ടവേഴ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ആ ഫ്രണ്ട് സ്നൂപ്പ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ഒരു സൈഡ് ആംഗിൾസ് നിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് പോലെ തോന്നും. എഞ്ചിൻ വൈസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. എഞ്ചിൻ വൈസ് എല്ലാം സ്റ്റോക്കാണ്. ജെറ്റിൻ്റെ ജസ്റ്റ് ഒരു ഡയമീറ്റർ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ഫുള്ളി റിസ്റ്റോർ ആക്കിയിട്ടുണ്ട്. വണ്ടി ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് 15 days എടുത്ത് 2 ആഴ്ച കൊണ്ടാണ് ഈ ഒരു ബോഡി വർക്ക് ചെയ്തെടുത്തത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ്. എൻ്റെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞാലും 2 ആഴ്ച കൊണ്ടാണ് നമ്മൾ ഈ ഫുൾ വണ്ടി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ മൈൽഡ് സ്റ്റീൽ ഷീറ്റ് മെറ്റൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ GI ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടോപ്പ് പാനലിലും നമ്മുടെ ഫ്രണ്ടിലെ സ്നൂപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അവിടെയും ചെയ്തിട്ടുണ്ട്. അഥവാ ബോണറ്റ് സൈഡിലുള്ള എല്ലാം MS-ലാണ് ചെയ്തേക്കുന്നത്. ഫുള്ളി ഹാൻഡ് ബിൽറ്റ് ആണ്, ഒരു മെഷീൻസ് ഉപയോഗിച്ചിട്ടില്ല. കട്ട് ചെയ്യാൻ ഓബിയസ്ലി നമ്മൾ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടുണ്ട്, കട്ടിംഗ് വീൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സ് എല്ലാം സ്റ്റോക്കാണ്. 800ൻ്റെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു പിൻ സ്ട്രൈപ്പിംഗ് അല്ല, സ്റ്റിക്കർ വർക്കും റെഡ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഗിയർ നോബ് ആയിരുന്നാലും ഒരു റെഡ് പെയിൻറ്റ്, ഹാൻഡ് ബ്രേക്ക് എല്ലാം സ്റ്റോക്കാണ്. ഇൻറ്റീരിയർ പറയുമ്പോൾ ഫുള്ള് റെക്സിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡാഷ്ബോർഡിൽ ഒരു റെഡിഷ് ബ്രൗൺ കളറും അകത്ത് ബ്ലാക്ക് കളറുമാണ് വന്നേക്കുന്നത്. ഇവിടെ 2 പുൾ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ആണ്. ഇത് നമ്മൾ റേഡിയേറ്റർ അവിടെ ഓൺ ആവുന്ന ശബ്ദം കേൾക്കാം. 2 പറയുന്നത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. കാരണം നമ്മുടെ ഓൾട്ടർനേറ്റർ കിൽ സ്വിച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ സ്വിച്ച് കീ ഓഫ് ചെയ്താലും വണ്ടി ഓൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓൾട്ടർനേറ്ററിൽ നിന്നുള്ള കറണ്ട് കട്ട് ചെയ്താൽ മാത്രമേ ബാറ്ററിക്ക് ചാർജ് പോകാതിരിക്കത്തുള്ളൂ, അപ്പോഴേ വണ്ടി ഓഫ് ആവത്തുള്ളൂ. പിന്നെ ഇതൊരു ചോക്ക് ലിവറാണ്. അത് അത്ര അധികം ഉപയോഗിക്കുന്നില്ല, കാരണം വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷനാണ്. കോൾ സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചോക്ക് ലിവറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആക്സിലറേറ്റർ പെഡല്, ബ്രേക്ക് പെഡല്, ക്ലച്ച് പെഡൽ എല്ലാം സെയിമാണ്. അതിലൊന്നും നമ്മൾ ചേഞ്ചസ് ഒന്നും വരത്തില്ല. സീറ്റ് കസ്റ്റം ചെയ്തേക്കുന്നതാണ്. സീറ്റ് 800ൻ്റെ സീറ്റ് ഓൾമോസ്റ്റ് ഇത്ര വരും. ഇവിടെയാണ് സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് റിയർ പാസഞ്ചർ സീറ്റിലോട്ട് ഫ്രണ്ട് സീറ്റ് കൺവേർട്ട് ചെയ്ത് ഇതെല്ലാം കസ്റ്റം ചെയ്തേക്കുന്നത്. അല്ലാതെ ബസ്സിൻ്റെ ലോറിയുടെ സീറ്റല്ല, ഫുൾ കസ്റ്റം ചെയ്തേക്കുന്നതാണ്. പിന്നെ സ്പോയിലർ വരുമ്പോൾ അതും മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് GI അല്ല, ഗാൽവനൈസ്ഡ് അല്ല, നോർമൽ MS-ൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് നമ്മളൊരു ജസ്റ്റ് 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് അതിൽ 2 ഇത് വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ സ്പോൺസറിങ്ങിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം ലേറ്റക്സിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വാട്ടർ പ്രൂഫാണ്. 2-3 വർഷം സുഖമായിട്ട് കിടക്കും. റിംസ് വന്നിട്ട് 7Jയുടെ നല്ല വൈഡ് റിംസാണ്. ഓൾമോസ്റ്റ് 177 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരും. ടയേഴ്സ് വന്നിട്ട് 175 50 R13 ഇഞ്ച് വീൽസിലാണ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നത്. ടയേഴ്സ് കിട്ടാൻ ഒരുപാട് പാടുപെട്ട്, കാരണം എല്ലാവർക്കും അറിയാം മാക്സിസിൻ്റെ ഇത് ഇമ്പോർട്ടഡ് ടയേഴ്സാണ്. ടൈവാനിൽ നിന്ന് വരുന്ന ടയേഴ്സാണ്. നമുക്ക് കോട്ടയത്ത് നിന്ന് നമ്മളൊരു പുള്ളിക്കാരനെ വിളിച്ച് ഒരുപാട് കെഞ്ചി കമ്പനിയൊക്കെ അടിച്ചപ്പോൾ പുള്ളിക്കാരൻ വില കുറച്ച് തന്നതാണ്. ഓൾമോസ്റ്റ് 4 ടയറിനും വണ്ടിനെക്കാട്ടിയും വിലയുണ്ട്. അകത്തെ സസ്പെൻഷൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റോക്കാണ്. ഇതെല്ലാം നമ്മൾ പെയിൻറ്റ് സ്കീം ജസ്റ്റ് ഒന്നൊരു യെല്ലോയും ബ്ലാക്കും ടച്ചപ്പ് ചെയ്തതേ ഉള്ളൂ. 2+ അല്ല, ട്യൂബുള്ള ടയേഴ്സാണ്. അടുത്ത നമുക്ക് ഇവിടെ ഇതും MS ഷീറ്റിൽ നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഇംഗ്ലീഷ് വീലിൽ വെച്ച് വളച്ചൊന്നുമല്ല, ചുറ്റിക കൊണ്ട് അടിച്ച് പൊട്ടിയിട്ടെടുത്തതാണ്. വയർ മെഷുണ്ട്. ഇത് ഒരു ഫംഗ്ഷണൽ അല്ല, ഇതൊരു ഈസ്തെറ്റിക് അപ്പിയറൻസിനാണ്. സാധാരണ നോർമലി ഫംഗ്ഷണലാണ് F1 കാസിൽ. ഇതിനൊക്കെ വെൻറ്റ് വന്നിട്ട് ഇവിടെ ഒന്നെങ്കിൽ ഇൻ്റർ കൂളർ, അല്ലെങ്കിൽ നമ്മുടെ റേഡിയേറ്റർ, അല്ലെങ്കിൽ നമ്മുടെ KSRTC ബസ്സിലൊക്കെ പോലെ ഒരു വെൻറ്റ് വെച്ചേക്കും ഡ്രൈവറിന് കാറ്റ് കിട്ടാനായിട്ട്.
ഇതാണ് നമ്മുടെ എക്സോ സിസ്റ്റം അല്ല, ജസ്റ്റ് ഒരു പൈപ്പ് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചേക്കണതാണ്. സ്ട്രെയിറ്റ് പൈപ്പ് എക്സോസ്റ്റ് ആണ്. നമ്മുടെ മാനിഫോൾഡിൽ നിന്ന് ഡയറക്റ്റ് ഒരു പൈപ്പ് എടുത്ത് അവിടെ നിന്ന് ബെൻഡ് ചെയ്ത് ഒരു സൈഡ് എക്സിറ്റ് എക്സോ സിസ്റ്റം ആക്കിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് മഫ്ലറോ ഒന്നും വരുന്നില്ല, ഫുൾ റോ പവർ ആണ്. എന്ന് വെച്ചാൽ റോ ബാക്ക് പ്രഷർ കുറയും. ബാക്ക് പ്രഷർ കുറയുന്നതനുസരിച്ച് നമ്മൾ ഐഡൽ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ വെടിയും തീയൊക്കെ വരും, അത് വേറെ കാര്യം. സ്പോർട്സ് കാറിന്റെ ഒരു എലിമെന്റ് ആണ്. ഇനി നമ്മുടെ ബാക്കിൽ ഇത് JDM ഇൻസ്പയർഡ് ആണ്. നോർമലി വരുന്നത് റെഡ് സൺറൈസും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുമാണ്. നമ്മളിത് ഒന്ന് ഇൻവേർട്ട് ചെയ്തേ ഉള്ളൂ. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് വണ്ടിയുടെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് ഒരു പറ്റിയ ലുക്കാണ്. ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്, നമ്മൾ ലെഫ്റ്റും റൈറ്റിലും ആ ഫെൻഡറിൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഒരു പാർഷ്യൽ ഫുള്ള് ചെയ്തിട്ടില്ല, നമ്മളൊരു പാർഷ്യലായിട്ട് പകുതി വരെ ചെയ്തിട്ടുണ്ട്. 2 മിറർ ചെയ്തിട്ടുണ്ട്, അപ്പുറത്തും സെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ലോഗോ വരുന്നുണ്ട്. സിംഗിൾ എക്സിറ്റ് എക്സോസ്റ്റ് ആണ്, ഇവിടെ വരുന്നില്ല കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പിന്നെ ടൈം കൺസ്ട്രെയിൻ. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്ക് വരും. ഫ്യൂൽ ടാങ്ക് വന്നിട്ട് നോർമൽ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ മാരുതി 800 ടാങ്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ നോർമൽ ക്യാപ്പ് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, ജസ്റ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെന്നേ. പിന്നെ സ്പോയിലർ മൗണ്ട് ചെയ്തേക്കുന്ന എല്ലാം GI പൈപ്പിലാണ്, നല്ല സ്ട്രോങ് സാധനം തന്നെയാണ്. അങ്ങനെ ബോബ്ലി ഒന്നുമില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇരിക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് സാധനം തന്നെയാണ്. ചാസിയിൽ ഡയറക്റ്റ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്ക് സസ്പെൻഷൻ വന്നിട്ട് സ്റ്റോക്കാണ്. ഇത് നമ്മുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ ആയതുകൊണ്ട് സ്പ്രിംഗ് ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ മോഡലിൽ ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്, ഇതിൽ നമ്മൾ സ്പ്രിംഗ് ആണ് വന്നേക്കുന്നത്. കൺട്രോൾ ആമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അതെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെബിലിറ്റി ഓൾമോസ്റ്റ് വൈഡ് ട്രാക്ക് അല്ലേ, ടയർ ട്രാക്ക് കൂടുതലായതുകൊണ്ട് ഹാൻഡ്ലിംഗ് എന്തായാലും കൂടും. ഇത് നമ്മളൊരു Formula 1 സ്റ്റൈൽ മിറർ എന്ന് പറയാം. മൗണ്ടിങ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് ഓൾമോസ്റ്റ് ഒരു ഇൻസ്പയർഡ് മിററാണ്. നമുക്ക് ബാക്ക് സ്പോയിലർ ഉൾപ്പെടെ എല്ലാം കാണാൻ പറ്റും. ഫങ്ഷണൽ മിററാണ്. ഹുഡിലാണ് ഇത് നമ്മൾ ബോൾട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, കാരണം ഇവിടെ വെച്ചത് നമ്മളിതൊരു ലേറ്റർ ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ റെക്സിനൊക്കെ അടിച്ചുകൊണ്ട് കൈ എത്താൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഹുഡിൽ മൗണ്ട് ചെയ്തത്. പിന്നെ ഇത് മാർട്ടിനിയുടെ സ്പോൺസറിങ് ആണ്. ഇനി ഫ്രണ്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റർ കാണാം. ഇതും ഒരു ആഫ്റ്റർ തോട്ട് ആയിരുന്നു. ആദ്യം നമ്മൾ ഈ 2 പാർട്ട് വന്ന് ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിലൊരു ബാറ്റ്മൊബൈൽ ഇൻസ്പയർഡ് ഇതായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ സ്പ്ലിറ്റർ വെച്ചത്. സ്പ്ലിറ്റർ ഒന്നുമില്ല, റൗണ്ട് പൈപ്പിൽ നമ്മൾ MS ഷീറ്റ് മെറ്റൽ വെച്ചാണ് ചെയ്തേക്കുന്നത്. അത് ബോൾട്ടഡ് ആണ്, വെൽഡഡ് അല്ല. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ കോളേജിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് ഊരി വെച്ചിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഫ്രണ്ട് ഗ്രില്ല് വന്നതെല്ലാം നമ്മുടെ അലുമിനിയത്തിൻ്റെ മെഷ് ഗ്രില്ലാണ്. അകത്ത് നമ്മുടെ മൊസ്കിറ്റോ നെറ്റ്, നമ്മുടെ കൊതുക് വലയാണ് ഉപയോഗിച്ചേക്കുന്നത്, അകത്തെ പാർട്സ് ഒക്കെ ഒന്ന് മറച്ച് വയ്ക്കാനായിട്ട്. ഇവിടെയും സെയിം കൺട്രാപ്ഷൻ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതൊരു ഫ്രെയിമിലാണ് ചെയ്തേക്കുന്നത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് ഈ ഇവിടുത്തെ സംഭവം ഫാൻ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യം എന്താണ്? അത് നമ്മുടെ കൂടുതൽ ചൂടാവുന്നല്ല, ഇതിൻ്റെ ഒറിജിനൽ ഹാർനസ് അല്ല നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ കസ്റ്റം ഞാൻ തന്നെ ചെയ്ത ഒരു ഹാർനസ് ആണ്. അപ്പോൾ ഇതിൽ റേഡിയേറ്ററിൻ്റെ സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ആ സെൻസർ ഇന്ന പർട്ടിക്കുലർ ഡിഗ്രീസ് ആകുമ്പോഴേ ഫാൻ ഓൺ ആകും. അപ്പോൾ നമുക്ക് ആ സെൻസർ വെക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുത്ത് ഇതിനൊക്കെ ഒരു സ്വിച്ച് വൈസിലാണ് നമ്മൾ സ്വിച്ച് നോക്കുമ്പോൾ അവിടെ റേഡിയേറ്റർ ഫാൻ എപ്പോൾ വേണമെങ്കിലും ഓൺ. ഓഫ് ആക്കിയിട്ടിരുന്ന് ഓണാക്കിയാൽ ബാറ്ററി ഇറങ്ങും. ഇത് കിൽ സ്വിച്ചാണ്, ഇത് ഓണാക്കി വെച്ചിരുന്ന ഓൾട്ടർനേറ്റർ ചാർജ് കൊടുക്കും ബാറ്ററി. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേൾക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? സൂപ്പർ അല്ലേ? അതിനൊരു സ്പോർട്സ് കാറിൻ്റെതായിട്ടുള്ള ഒരു ട്രൈറ്റ് ഒക്കെ ഉണ്ട് അതിന്. ഈ വാഹനത്തിന്റെ കാര്യത്തിൽ തരാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അതിന്റെ ആ ഒരു സ്റ്റാർട്ട്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർട്ടിന് കൺവേർട്ട് ചെയ്യാൻ ഒരു രീതിയിലും പറ്റത്തില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് വെച്ചുകൊണ്ട് സ്പോർട്സ് കാറിൻ്റെതായിട്ടുള്ള ഒരു ഡൈനാമിക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ അത് അവർ ഡിസൈൻ ചെയ്ത് കുറച്ചും കൂടെ ഫ്രണ്ട് കൂട്ടി ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി കാറിൻ്റെതായിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് കിട്ടാൻ വേണ്ടി മാക്സിമം ലെങ്ത് ഒക്കെ കൂട്ടിയും അതിൻ്റെ ഡിസൈനിൽ വരുത്തിയ മാറ്റങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 800 കൺവേർട്ടഡ് സ്പോർട്സ് കാറായിട്ട് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. ആ കാര്യത്തിൽ തരൻ 100% വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ഭയങ്കര ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ആളുടെ ഒരു എനർജി കണ്ടില്ലായിരുന്നു. ഓട്ടോമൊബൈൽ വേൾഡിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചറും അതുപോലെ ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഒക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഓട്ടോമൊബൈൽ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.